ഞായറാഴ്ചകൾ എനിക്ക് വിശ്രമത്തിന്റെ ദിവസങ്ങളാണ്. ഒരാഴ്ചയുടെ ക്ഷീണം ഞാൻ ഉറങ്ങി തീർക്കുന്നത് ഞായറാഴ്ചയാണ്. പക്ഷെ ഇന്ന് ഞാൻ നേരത്തെ ഇറങ്ങി. ആദ്യം പോയത് പമ്പിലേക്കാണ്. അവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് നേരെ ബീച്ചിലേക്കും. അവിടെ എന്നെ കുറച്ച് പേര് കാത്തിരിപ്പുണ്ട്. അവരെ കാണാനാണ് ഈ പോക്ക്. കൂട്ടത്തിലെ മെയിൻ ആള് ദാ ഇവനാണ്. പിന്നെ ഉള്ളത് രണ്ട് സ്ത്രീകളായോണ്ട് മുഖം കാണിക്കുന്നില്ല. എന്റെ ഒരു +2 കാലഘട്ടം മുതലുള്ള കമ്പനിക്കാരാണ്. ഞങ്ങൾ ഇങ്ങനെ വല്ലപ്പോഴും ഒന്ന് ഒത്തുകൂടാറുണ്ട്. ബീച്ചിൽ പോയാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നാണ് വിപിൻ പറയാറുള്ളത്. ഒരു റൗണ്ട് കപ്പലണ്ടി ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെതാ കൈതച്ചക്കയും. അവൻ തിന്ന് എന്നെയും കൊതിപ്പിച്ച സ്ഥിതിക്ക് ഞാനും ഒന്ന് വാങ്ങി. ഞാനങ്ങനെ ആസ്വദിച്ച് തിന്ന് വരുമ്പോഴേക്കും അവർക്ക് പോകാനുള്ള സമയമായി. ഒടുവിൽ അവർ രണ്ടുപേരും ഓട്ടോ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ അവിടെ തന്നെ നിന്നു കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി. ഒടുവിൽ മടുത്ത് ഞാൻ പോകാൻ വിളിച്ചപ്പോ ആശാൻ വരുന്ന വരവാണ്. പുള്ളിക്ക് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ്. ഒടുവിൽ ബീച്ചിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ വണ്ടി എടുത്ത് ഇറങ്ങി. അവന് കണ്ണാടിക്കൽ വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. എന്റെ വീടാണെങ്കിൽ കണ്ണാടിക്കലുമാണ്. എന്നാ പിന്നെ ഒരുമിച്ച് പോയാലോ എന്നുള്ള ചോദ്യത്തിൽ ഞാനും അങ്ങ് വീണു. അതുവരെ മിണ്ടിയും പറഞ്ഞ് പോകാൻ വേണ്ടി ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമല്ലേ. എല്ലായ്പ്പോഴും കൂടെ വർത്താനം പറയാനുള്ള ആളുകളുള്ളപ്പോ ചിലർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്കൊക്കെ ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ 20 മണിക്കൂറും ഒറ്റയ്ക്കാണ്. അങ്ങനെ കിട്ടിയ ഗ്യാപ്പിൽ സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ കണ്ണാടിക്കൽ വരെ ഒറ്റ യാത്രയാണ്. പോകുന്ന വഴി കഴിഞ്ഞ ദിവസം കണ്ട മരം എത്തിയപ്പോൾ അവനൊരു വീഡിയോ എടുത്തു. സത്യത്തിൽ പല തവണ അതിലൂടെ പോയിട്ടുണ്ടെങ്കിലും അവൻ പറഞ്ഞപ്പോഴാണ് എനിക്കും കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ഓർമ്മ വന്നത്. ഇതൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വീഡിയോയിലെങ്കിലും കാണാലോ. അവനെ കണ്ണാടിക്കൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ അവന്റെ ഹെൽമെറ്റും വാങ്ങി പോയത് കുന്നമംഗലത്തേക്കാണ്, എന്റെ അനിയത്തിയെ കൂട്ടാൻ വേണ്ടി. പുള്ളിക്കാരി ആ ഹെൽമെറ്റ് ഇടാത്തതുകൊണ്ട് ഞാൻ എന്റെ ഹെൽമെറ്റ് ഊരി കൊടുത്തു. അവന്റെ ഹെൽമെറ്റ് ആണെങ്കിൽ എനിക്ക് ഒട്ടും പാകാവുന്നില്ല. ആ പ്രശ്നം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മറ്റൊരു പ്രശ്നം ഉദിച്ചു. ഞാൻ കുന്നമംഗലത്ത് എത്തിയ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ അനിയത്തിയെ കണ്ടില്ല. പക്ഷെ ആ വീഡിയോയിൽ അനിയത്തി വ്യക്തമായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങളൊന്ന് നോക്കിയേ. ഇതിപ്പോ ഭാര്യയോ കാമുകിയോട്ടോ ആയിരുന്നെങ്കിലോ? അവളായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നേരെ അവളെയും കൂട്ടി വീട്ടിലേക്ക് പോന്നു. അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ നേരെ പോയത് വിപിനെ കൂട്ടാനാണ്. വിപിനെ കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ കാരപ്പുറമുള്ള ബിരിയാണി കമ്പനി. എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കുള്ള കംപ്ലൈന്റ് ആണ് ഞാൻ ബിരിയാണിയെ കഴിക്കാറുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അതിപ്പോ കിട്ടുന്ന അല്ലാതെ വേറൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. എല്ലായിടത്തും സുലഭമായിട്ട് കിട്ടുന്നതായതുകൊണ്ട് ബിരിയാണി കഴിക്കുന്നത് മാത്രം. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചലഞ്ച് ഏറ്റെടുക്കാൻ പോവാണ്. ഈ മാസത്തിലെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിഫറെന്റ് ഫുഡ് ട്രൈ ചെയ്യാൻ പോവാണ്. അതായത് ഒരു ദിവസം കഴിച്ചത് പിറ്റേ ദിവസം കഴിക്കില്ല. അതിൽ നിന്ന് പാനീയങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാപ്പിയും ചായയും വെള്ളവും. അതുപോട്ടെ, ബിരിയാണി കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്കാണ്. ബീച്ചിൽ രണ്ടാമതും ചുറ്റിത്തരാൻ വേണ്ടിയിട്ടല്ല പോയത്, ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. വയറിലാണെങ്കിൽ അധികം സ്ഥലമില്ല, എന്നാൽ ജ്യൂസ് കുടിക്കുകയും വേണം. അപ്പൊ പിന്നെ അതിന് നല്ലത് കണ്ണൂർ കോക്ടെയിലാണ്, അതും ഹാഫ്. അതൊക്കെ കുടിച്ചുകൊണ്ട് ഞാൻ അവനെ മാതൃഭൂമിന്റെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോരുന്നത്. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പണികൾ ബാക്കി ചെയ്യാനുണ്ട്. അപ്പൊ പിന്നെ നാളെ കാണാം.